വർത്തമാന കൈരളിയുടെ സുന്നത്ത് ജമാഅത്തിന്റെ അടിയുറച്ച ശബ്ദം, സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ സായുജ്യ സാരഥ്യം, സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ, കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകൻ ശൈഖുന ശംസുൽ ഉലമ, കൈരളിക്ക് വരദാനമായി സമ്മാനിച്ച നായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സദസ്സിനോ സനദദാന പ്രഭാഷണം നിർവഹിക്കുന്നു. സാദരം സവിനയം അധ്യക്ഷനു വേണ്ടി ക്ഷണിക്കുന്നു. بكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرأ بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. اذهبا إلى فرعون إنه طغى فقولا له قولا لينا صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട KPV തങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ ബഹുമാനമുള്ള അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള വേദിയിൽ ഉപേക്ഷയായ ഈ സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഇവിടെ ഒരുമിച്ചുകൂടിയ ബഹുമാനമുള്ള മോമിനിയങ്ങൾ, ഈ സ്ഥാപനത്തിൽ നിന്ന് സനദ് വാങ്ങി പുറത്തിറങ്ങുന്ന യുവ പണ്ഡിതന്മാർ, ബഹുമാനമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാവുന്നതായ ദീനിക്ക് ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാനുള്ളതായ തൗഫീഖ് നമ്മൾക്കും നിങ്ങൾക്കൊക്കെ അല്ലാഹു നൽകട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, അവരോടും നമ്മോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അല്ലാഹു ഖൈറും ബർക്കത്തും ധാരാളം വർദ്ധിപ്പിച്ചു തരട്ടെ. ബഹുമാനമുള്ളവരെ, മഹാനായ അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു വലിയ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നിന്ന് നൽകപ്പെടുന്ന അസ്ഹരി കോഴ്സ് സനദ്, ആ സനദ് വാങ്ങിക്കൊണ്ട് വിശുദ്ധമായ ദീനിനെ പ്രവർത്തിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന പണ്ഡിതന്മാരാണ് നിങ്ങളൊക്കെ. ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിനോട് നന്ദിയുള്ളവരാവണം. ആ സ്ഥാപനത്തിൻ്റെ ഉയർച്ചക്കും അതിൻ്റെ വളർച്ചക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. മുമ്പ് ഒരു വയസ്സുള്ളൊരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെന്നായിക്കുട്ടി കരയുന്നുണ്ട്. അപ്പൊ ഈ ചെന്നായിക്കുട്ടിനെ കൊടുന്ന് ഈ സ്ത്രീ ആടിൻ്റെ കൂടെ വളർത്തി, ആടിൻ്റെ പാല് കൊടുത്തു. ചെന്നായി വളർന്നപ്പോൾ ചെന്നായിക്ക് തോന്നി, ഞാൻ ചെന്നായിയായി ജീവിക്കേണ്ടവനല്ല, അല്ല ആടായി ജീവിക്കേണ്ടവനല്ല, ഞാൻ ചെന്നായിയായി കൊണ്ട് ജീവിക്കേണ്ടവനാണ്. അപ്പോ ചെന്നായി ഉടനെ തന്നെ കയറി പിടിച്ചൊരാടിനെ, അവന്റെ സ്വഭാവം കാണിച്ചു. അപ്പൊ ഈ ഉമ്മാമ പറഞ്ഞു, ബഖർത ശുവൈഹത്തി വഫജഅത ഖൽബി,
وأنت لشاتنا ولد ربيب رضعت بذرها وربيت فينا فمن أنباك أن أنباك ريب. എൻ്റെ ചെറിയ ആട്ടുകുട്ടിയെ നീ എന്താക്കിയതാകിയോ അതിൻ്റെ വയറ് കയറി നീ കൊന്നു. ഈ ആടിൻ്റെ പാല് കുടിച്ചല്ലേ നീ വളർന്നു, നമ്മളല്ലേ നിന്നെ വളർത്തിയത്. ഇപ്പം നിന്റെ തന്ത ചെന്നായിയാണെന്ന് ആരാണ് നിനക്ക് അറിയിച്ചു തന്നത്? ഇതാണ് നന്ദികേട് എന്ന് പറഞ്ഞത്. അപ്പം ആ ഒരു സ്വഭാവം നമ്മളിന്ന് ഉണ്ടാകുമ്പോൾ നമ്മളെ പഠിച്ച് വളർത്തിയെടുക്കാൻ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതിന് പിന്നിൽ പല സംഘടനകൾക്കുള്ള ശക്തികളൊക്കെ ഉണ്ടാവും. അപ്പം അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത്. നമ്മൾ പഠിച്ച് വളരാൻ ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവും. ഒന്ന് നമ്മളെ പഠിപ്പിച്ച മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, മറ്റൊന്ന് നമ്മളെ പഠനത്തിന് സൗകര്യം ചെയ്തു തന്നതായ അത് സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ, അതുമായി ബന്ധപ്പെട്ടവർ. ഇത് മാത്രമല്ല, ചില പ്രത്യേകമാവുന്നതായ സംഘടനകൾ, ആ സംഘടനകൾക്കുള്ളതായ ഒരു തണലിലാണ് നമ്മൾ വളരുന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദാഹരണമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അത് 100ഓളം വർഷം ഇവിടുത്തെ ഒരു വലിയ ഒരു ദീനിൻ്റെ ഒരു സംഘടനയാണ്.